റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. ലീഗിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പിനിടയിലും കളമശ്ശേരി സീറ്റ് ഉറപ്പിച്ച് VE അബ്ദുൾ ഗഫൂർ. ജനപിന്തുണയുണ്ടോ എന്ന് ജനം തന്നെ വിലയിരുത്തട്ടെ എന്ന എതിർ വിഭാഗത്തിന് ഗഫൂർ മറുപടി നൽകുന്നു. കളമശ്ശേരിയിൽ UDF വിജയം ഉറപ്പാണെന്നും P രാജീവിന്റേത് വെറും ഫ്ലെക്സ് രാഷ്ട്രീയം മാത്രമാണെന്നും അബ്ദുൾ ഗഫൂർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേരളത്തിലൊട്ടാകെ UDF വിജയസാധ്യതയുണ്ട്. അതുപോലെ തന്നെ കളമശ്ശേരിയിലും വിജയസാധ്യതയുണ്ട്. ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് നോക്കി നമ്മൾ വായിക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. നമുക്ക് വായിച്ചറിയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒരു വികസനവും ഈ നിയോജക മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ്. ജനപിന്തുണ ഇല്ല എന്നാണ് ഇവിടുത്തെ ഒരു വിഭാഗം പറയുന്നത്. അല്ല, അതിനെ ഞാൻ കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ കമന്റ് ചെയ്യുന്നില്ല. ജനങ്ങളെ തീരുമാനിക്കട്ടെ, അതിലേ പറയാൻ പറ്റുള്ളൂ. ആദിൽ പാലോട് വിവരങ്ങളുമായി. ആദിൽ, അബ്ദുൾ ഗഫൂർ സ്വയം നിശ്ചയിച്ചതാണോ സ്ഥാനാർത്ഥിയെന്ന് ലീഗ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടെന്താണ്? ലീഗിൽ പലതരം അഭിപ്രായങ്ങൾ എറണാകുളം നേതൃത്വത്തിനുണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വത്തിനും തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കുമെല്ലാം VE അബ്ദുൾ ഗഫൂർ തന്നെ മതി എന്ന ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ കോൺഫിഡൻസും ആത്മവിശ്വാസത്തിലും തന്നെയാണ് പുതുയുഗയാത്രയ്ക്ക് മുൻപ് അതിൻ്റെ ആരവം എന്ന നിലയ്ക്ക്, ഒരുക്കം എന്ന നിലയ്ക്ക് അബ്ദുൾ ഗഫൂർ ഒരു യാത്ര നടത്തുന്നുണ്ട് കളമശ്ശേരി മണ്ഡലത്തിൽ. ഇത് ഒരു കോൺഫിഡൻസിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഏതായാലും വിമർശനങ്ങളും എതിർപ്പുമൊക്കെ ഉണ്ടെങ്കിലും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം പാണക്കാട് തങ്ങളെ പോയി കണ്ടിരുന്നു. പക്ഷേ തങ്ങൾ അനുകൂലമായല്ല പ്രതികരിച്ചിട്ടുള്ളത്. അതിനിടയിലും ഈ യാത്രയുമായി മുന്നോട്ട് പോവുകയാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും, തൻ്റെ പേര് തന്നെ പ്രഖ്യാപിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. ഏകദേശം ഒരു ധാരണയും അക്കാര്യത്തിലായിരിക്കുന്നു. ജനപിന്തുണ VE അബ്ദുൾ ഗഫൂറിന് ഇല്ല എന്നുള്ളതാണ് ഷായെ അനുകൂലിക്കുന്ന വിഭാഗം പാണക്കാട് പരാതി നൽകിയത്. തനിക്ക് ജനപിന്തുണയുണ്ടോ ഇല്ലയോ എന്ന കാര്യം ജനം തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് അബ്ദുൾ ഗഫൂറിൻ്റെ റിപ്പോർട്ടറിനോടുള്ള മറുപടി. ഏതായാലും കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായൊരു പോർക്കളം കളമശ്ശേരിയിൽ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. P രാജീവ് ഒരു വശത്ത്, മറുവശത്ത് VE അബ്ദുൾ ഗഫൂർ തന്നെ UDF കളത്തിലിറങ്ങുന്നു എന്നതാണ്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയിക്കാൻ കഴിയും, P രാജീവിന്റെ വികസനങ്ങൾ ഫ്ലെക്സിൽ മാത്രമേ ഉള്ളൂ എന്ന് തുടങ്ങിയ വിമർശനങ്ങളും ആത്മവിശ്വാസവും എല്ലാം VE അബ്ദുൾ ഗഫൂർ പ്രകടിപ്പിക്കുന്നുമുണ്ട്. സ്മൃതി. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.